നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി, 1200-ാം ആണ്ട് കുംഭമാസം 14-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്ന തിരുവോണം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്. തിരുവോണം നല്ല നക്ഷത്രമാണ്. നല്ല ദിവസം. മറ്റൊന്ന്, ഇന്ന് ശിവരാത്രിയാണ്. ഇന്ന് വ്രതമൊക്കെ എടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ദിവസമാണ്. എന്താണ് ശിവരാത്രി എന്ന് പറയുമ്പോൾ, ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഭഗവാൻ ഉറങ്ങണേ. ബാക്കി 365 ദിവസം ഉള്ളതിൽ 364 ദിവസവും അദ്ദേഹം ഉണർന്നിരിക്കും. ഒരു ദിവസം മാത്രം ഉറങ്ങും. ഈ സമയത്ത് എന്തു ചെയ്യും? അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് വന്ന് കയറാൻ സാധ്യത കൂടുതലാണ്. സംരക്ഷണം ഇല്ലാതായിപ്പോയി. നമ്മളെ വീട്ടിൽ കാവൽക്കാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. ഒരു ദിവസം സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. കാരണം സെക്യൂരിറ്റി ഇല്ല. ചിലപ്പോൾ ഇന്ന് നമ്മളവിടെ കള്ളം കയറാനോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനോ ഇടയുള്ള ദിവസമാണ് എന്ന് പറഞ്ഞതുപോലെ, നമ്മളുടെ സെക്യൂരിറ്റിയാണ്, നമ്മളെ സംരക്ഷകനാണ് ശരിക്കും ഭഗവാൻ മഹാദേവൻ. അന്ന് ഭഗവാൻ ഉറങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ട് എന്തു ചെയ്യും? ആ ദിവസം നമ്മൾ ഉണർന്നിരിക്കണം. സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി നോക്കിക്കോളാം, നമുക്ക് കിടന്നുറങ്ങാം. സെക്യൂരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്ക് വ്രതത്തോടു കൂടി ശിവരാത്രി വ്രതം നോക്കുന്നത്. അന്ന് രാത്രി മൊത്തം ശരിക്ക് മഹാദേവ മന്ത്രം ജപിച്ച് എല്ലാവരും ശുദ്ധവൃത്തിയാൽ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ശിവരാത്രി വ്രതത്തിൻ്റെ പ്രത്യേകത അതാണ്. അത്രയും ഐശ്വര്യം അവർക്ക് വന്നു ചേരും എന്നുള്ളതിന് സംശയം വേണ്ട. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിവ്രതവുമാണ് ശിവരാത്രി വ്രതം. ഏറ്റവും ഗുണം കിട്ടുന്ന വ്രതമായിട്ടാണ് ആചാരപ്രകാരം പറയണേ. കാരണം ഭഗവാന് കാവലിരിക്കുകയാണ് നമ്മൾ. അപ്പം ഭഗവാൻ എന്തായാലും അതിനുള്ള കൂലി തരാതിരിക്കില്ല. അതുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കേണ്ട ദിവസമാണെന്ന്. ഇപ്പോൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുക. കാരണം 6 മണിക്ക് ഞാൻ ഈ ചാനലിൽ നിങ്ങളെ എത്തിച്ചു തരികയാണ്. 6 മണിക്കൊന്നും നിങ്ങൾ മത്സ്യമാംസമൊന്നും കഴിക്കാൻ തുടങ്ങില്ല. അതുകൊണ്ട് ഇന്ന് വ്രതാനുഷ്ഠാനത്തോടു കൂടി ഉറക്കമളച്ച് ഇന്ന് രാത്രി ശരിക്ക് വ്രതത്തോടു കൂടി ഇരിക്കുക. ഉറങ്ങാതിരിക്കുക. ശരി, ശിവരാത്രി വ്രതത്തിന് നാളെ സൂര്യൻ അസ്തമിച്ചാലേ ഉറങ്ങാവൂ. അപ്പോൾ ഇതാണ് ശിവരാത്രി വ്രതത്തോടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഭഗവാൻ ഉറങ്ങുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ നമുക്കിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല നക്ഷത്രം വന്നു, നല്ല ദിവസമാണ്. അതുപോലെ തന്നെ ശരിക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തൊഴിൽ പുരോഗതി, സാമ്പത്തിക നേട്ടം, അതേപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കുക, അത്രയ്ക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥകളിൽ വിദ്യാവിജയം ഉണ്ടാവുക, വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നവർക്ക് വിദ്യ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും. ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബുധൻ്റെ ദിവസമാണ്. രാഹുവിന് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയം 1.5 മണിക്കൂറോളം സമയം, രാഹുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹുകാല സമയം 12:37 തുടങ്ങുകയുള്ളൂ. 2 മണി 8 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ ഈ രാഹുകാല സമയം നമുക്ക് പ്രധാനമായിട്ട് ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും നമുക്ക് ശ്രദ്ധിച്ച് തന്നെ കൊണ്ടുപോകണം. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 11:09 തൊട്ട് 12:37 വരെയും, യമകണ്ഠകാല സമയം 8:12 തൊട്ട് യമകണ്ഠകാല സമയം തുടങ്ങും 9:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് എല്ലാ ദിവസത്തെ പോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തി മുഹൂർത്തങ്ങളിലൊന്നാണ്. ഈ മുഹൂർത്തം വരുന്നത് 12:13 തൊട്ട് 1 മണി 1 മിനിറ്റ് വരെയാണ്. ഈ സമയം ശരിക്കും രാഹുവിൻ്റെയൊക്കെ ബന്ധമുള്ള സമയം ആയതുകൊണ്ട് അല്ലാതെ തന്നെ എന്തെങ്കിലും കാര്യത്തിന് മുഹൂർത്തമുണ്ട്. അപ്പോൾ ഈ സമയത്തിന് കൂടുതൽ പ്രാധാന്യം ഇന്ന് കൊടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന്
യാത്ര തിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ഇപ്പോൾ ഉറക്കുളയ്ക്കാൻ പോകുമ്പോഴും ഒക്കെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പവറ് നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി അന്ന് പ്രാപ്തമായിരിക്കുക. അതിന് വേണ്ടി വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണം നടത്തുമ്പോൾ പച്ച കളറ് മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ കൂടെ പച്ച കൂടി വസ്ത്രധാരണത്തിൽ മിക്സ് ഉണ്ടാവണം. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യത്തെ തരാനും നമുക്ക് കിട്ടാനുള്ള ഗുണഫലങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ശിവരാത്രി ദിവസമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ പേർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.